ഹലോ ഫ്രണ്ട്സ്, +1 ഫിസിക്സ് ചാപ്റ്റർ 5 വർക്ക് എനർജി പവറിൻ്റെ ഡിസ്കഷൻസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ അധ്യായം പഠിക്കുന്നതിലേക്കായിട്ടുള്ള മാത്തമാറ്റിക്കൽ ടൂൾ സ്കെയിലാർ പ്രോഡക്റ്റ് എന്താണെന്നും അതിൻ്റെ പ്രോപ്പർട്ടികൾ എന്താണെന്നും വളരെ വിശദമായി തന്നെ പഠിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ നമ്മൾ ആ കൺസെപ്റ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിസിക്സിലേക്ക് കടക്കുകയാണ്. പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഒന്ന് ഡിഫൈനിങ് വർക്ക്, ദെൻ ടൈപ്പ് ഓഫ് വർക്ക്, ദെൻ യൂണിറ്റ് ഓഫ് വർക്ക് ആൻഡ് എനർജി. സമയം കളയാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക് ഈസ് ഡിഫൈനിങ് വർക്ക്. വർക്ക് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ശരിക്കും വർക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ സ്കെയിലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷനെ പറ്റി വിശദമായിട്ട് പഠിച്ചത്. ആ ഓപ്പറേഷൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളിവിടെ വർക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്. ബട്ട് വർക്ക് എന്താണെന്നുള്ളത് ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യവും കൂടിയാണ്. ഇവിടെ ഞാനൊരു സാഹചര്യം പരിചരിക്കുകയാണ്, ശ്രദ്ധിക്കുക. ഇങ്ങനൊരു ഹൊറിസോണ്ടൽ സർഫസ് ഉണ്ട്. ഓക്കെ, ഈ ഹൊറിസോണ്ടൽ സർഫസിന് മേൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ട്. ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് എം. ഈ ഒബ്ജക്റ്റിന് മേൽ ഒരു കോൺസ്റ്റൻ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇറ്റ്സ് എ കോൺസ്റ്റൻ്റ് ഫോഴ്സ്. ഒരു കോൺസ്റ്റൻ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം, ഒരു വസ്തുവിന് മേൽ ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒബ്ജക്റ്റിനും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. എന്നാൽ ഈ ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഫോഴ്സിൻ്റെ ദിശയിലല്ല. അതായത് ഈ വസ്തു ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് പറന്നു പോവുകയല്ല ചെയ്തത്. വസ്തുവിന് മാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോഴ്സ് ഈ ഒബ്ജക്റ്റിനെ ഈ സർഫസിൽ നിന്നും പറത്തി ഉയർത്താൻ മാത്രം മാഗ്നിറ്റ്യൂഡുള്ള ഒരു ഫോഴ്സ് അല്ല നമ്മൾ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സംഭവിച്ചത് ഈ ഒബ്ജക്റ്റ് മുൻപോട്ട് അല്പം നീങ്ങി എന്നുള്ളതാണ്. അല്പം മുൻപോട്ട് നീങ്ങിയിട്ട് ഇപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ഒരു പൊസിഷൻ എന്നൊക്കെ പറയുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഓഫ് മാസ് എം. അപ്പോൾ ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് എമൗണ്ട് ഈസ് ഏതാണ്ട് ഏറെക്കുറെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാവുന്നത്. ദാറ്റ് ഈസ് ഡി. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സിനും ഇത് ഡിസ്പ്ലേസ്മെൻറ്റിനും, അതായത് ഇത് ഇടയിലുള്ള ഈ ആംഗിൾ ഉണ്ടല്ലോ, ലെറ്റ്സ് കോൾ ദാറ്റ് ആംഗിൾ, ഈ ആംഗിളിനെ ലെറ്റ്സ് കോൾ ഇറ്റ് എസ് തീറ്റ എന്ന് വിളിക്കാം. അപ്പോൾ ഞാൻ ഈ ഫിഗർ ഒന്ന് സൂം ചെയ്യുകയാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടെ വിശദീകരിക്കാം. ഒരു സർഫസ് ഉണ്ട്. ആ സർഫസിൽ എം മാസുള്ള ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ട്. ആ ഒബ്ജക്റ്റിന് മേൽ ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുത്തു, എഫ്. ഫോഴ്സിൻ്റെ പ്രത്യേകത ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. അതിൻ്റെ ഫലമായിട്ട് ഈ മാസ് മുൻപോട്ട് എക്സ് ഡയറക്ഷനിൽ അല്പം നീങ്ങി ഇപ്പോൾ ഇരിക്കുന്നത് ഇവിടെയാണ്. അതിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി ആണ്. ആദ്യം ഉണ്ടായിരുന്ന സ്ഥലം മുതൽ രണ്ടാമതുണ്ടായ സ്ഥലം വരെ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി ആണ്. വസ്തുവിന് മേൽ ആക്ട് ചെയ്ത ഫോഴ്സിനും അതിന് സംഭവിച്ച ഡിസ്പ്ലേസ്മെൻറ്റിനും ഇടയിലുള്ള ആംഗിൾ തീറ്റയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം ഇവിടെ എഴുതാൻ കഴിയുന്നുണ്ട്. ദാറ്റ് ഈസ് ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത്രയും ദൂരം അല്ലെങ്കിൽ ഈ ഭാഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പ്രൊജക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ടത് പഠിച്ചതാണ്. ഇവിടെ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ദിസ് ഇസ് എഫ് കോസ് തീറ്റ. സോ ഐ ക്യാൻ റൈറ്റ് ഹിയർ ഈസ് എഫ് കോസ് തീറ്റ. ഒരു എഫ് സൈൻ തീറ്റ ഉണ്ട്, അതിങ്ങനെയാണ്. അത് നമുക്കിപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളത് എഴുതുന്നില്ല. വെൽ, ദിസ് ഈസ് ദ ഡയറക്ഷൻ എക്സ് ഡയറക്ഷൻ, ദിസ് ഇസ് എക്സ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവിച്ചത്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഫോഴ്സിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇവിടെ ഈ അധ്യായത്തിൽ ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ നോട്ട്ബുക്കിൽ നിന്ന് എഴുതേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നോട്ട്ബുക്ക് കയ്യിലുണ്ടാകുന്നത് നല്ലതാണ്. ഓൾറെഡി നോട്ട്ബുക്ക് സ്കൂളിലെ നോട്ട്സോ ട്യൂഷൻ സെൻറ്ററിലെ നോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചുകൊണ്ട് ഈ വീഡിയോ കാണുന്നത് കുറച്ച് ഗുണകരമായിരിക്കും. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ് വർക്കിനെ. സോ the work done by the force is defined
as the product of component of force in the direction of displacement and the magnitude of displacement of the body. ഇത്തരത്തിലാണ് നമ്മൾ വർക്കിനെ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ബേസിക്കലി വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റയാണ്. ഓക്കെ, അപ്പോൾ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എഫ് കോസ് തീറ്റയുടെയും ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതെത്രയാണ്? അത് ഡി ആണ്, ഇൻറ്റു ഡി. അപ്പോൾ എഫ് കോസ് തീറ്റ ഇൻറ്റു ഡി എന്നാണ് നമ്മൾ വർക്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് ഈ ഡെഫിനേഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ ഇൻറ്റു ഡി ഇത് എവിടെയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണല്ലേ, എ കോസ് തീറ്റ ഇൻറ്റു ബി എന്നെഴുതിയിരുന്നത് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ആയിരുന്നു. അപ്പോൾ ആ ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതാൻ പോവുകയാണ്, ദിസ് ഇസ് ഈക്വൽ ടു വെക്ടർ എഫ് ഡോട്ട് വെക്ടർ ഡി. വെൽ, ദിസ് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് വർക്ക്. വർക്കിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. നമ്മുടെ കോൺസെപ്റ്റിലെ വർക്കിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. വർക്ക് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി, ബോത്ത് ആർ വെക്റ്റേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായും ഓർക്കേണ്ട ഒരു കാര്യം, വർക്ക് ഡിഫൈൻ ചെയ്യാനായി പരിഗണിച്ച പോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും വെക്ടറാണ്. എന്നാൽ ആ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റിൻ്റെ റിസൾട്ടായ വർക്ക് ഒരു സ്കെയിലറാണ്. കാരണം ഈ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ റിസൾട്ട് ഒരു സ്കെയിലർ ആയിരിക്കും നമുക്കറിയാം. അതുകൊണ്ട് വർക്കൊരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ടി കോസ് തീറ്റ. ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് ഡി കോസ് തീറ്റ. രണ്ടും പ്രധാനപ്പെട്ട റിലേഷൻസാണ്, എഫ് ഡോട്ട് ഡി അല്ലെങ്കിൽ എഫ് ഡി കോസ് തീറ്റ. അപ്പോൾ വർക്കിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് സത്യത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചത്, സ്കെയിലാർ പ്രോഡക്റ്റ് എന്താണെന്ന് പഠിച്ചത്. ഇനി ഇത് സ്കെയിലാർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്ക് ക്യാൻ ബി 0, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. വർക്കിന് സ്കെയിലർ ആയതുകൊണ്ട് ഈ എല്ലാ പോസിബിലിറ്റികളും ഉണ്ട്. വർക്ക് 0 ആകാം, വർക്ക് പോസിറ്റീവ് ആകാം, വർക്ക് നെഗറ്റീവ് ആകാം. അങ്ങനെ പറയാനുള്ള എൻ്റെ ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ, കോസ് തീറ്റ എന്ന വാല്യൂ 0 ആകാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. അതുകൊണ്ട് തന്നെ ഡബ്ല്യു പോസിറ്റീവ് ആകാം, 0 ആകാം, നെഗറ്റീവ് ആകാം. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്നത്. വർക്ക് പലതരത്തിലുണ്ടാകാം. 0 വർക്ക് ഉണ്ടാകാം, പോസിറ്റീവ് വർക്ക് ഉണ്ടാകാം, നെഗറ്റീവ് വർക്ക് ഉണ്ടാകാം. ലെറ്റ്സ് കൺസിഡർ ഫസ്റ്റ് കേസ്, ദാറ്റ് ഈസ് 0 വർക്ക്. 0 വർക്ക് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. വർക്ക് 0 ആകുന്ന കേസിനെയാണ് നമ്മൾ 0 വർക്ക് എന്ന് പറയാം. അങ്ങനെ 0 ആകാനായിട്ട് 3 പോസിബിലിറ്റികളാണുള്ളത്. വി വിൽ ഡിസ്കസ് വൺ ബൈ വൺ. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്, ഇഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. വർക്ക് 0 ആകാം എപ്പോൾ? ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെങ്കിൽ. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ. വിൽ റൈറ്റ് ആൻ എക്സാമ്പിൾ. പുഷിങ് എ വാൾ. നമ്മളൊരു ഭിത്തി ഉണ്ടെന്ന് വിചാരിക്കുക. ദെർ ഇസ് എ വാൾ. നമ്മളിതിനെ പുഷ് ചെയ്യുകയാണ് ബൈ അപ്ലൈയിങ് എ ഫോഴ്സ്. വാളിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. വാളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. വാളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഡി
കോസ് തീറ്റ. അതിൽ ഡി 0 ആണെങ്കിൽ ഡബ്ല്യു എന്താകുന്നു? 0 ആകുന്നു. സോ ഇതാണ് ഇവിടെ നമ്മൾ പരാമർശിച്ച കേസ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെങ്കിൽ വർക്ക് 0 ആകും. അവിടെ ഫോഴ്സ് കൊടുക്കുന്നുണ്ട് നമ്മൾ, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്നില്ല. അപ്പോൾ പുഷിങ് എ വാൾ ഈസ് എ ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് 0 വർക്ക് ഇഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. ഓക്കെ. മറ്റൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്, ഇപ്പം നമ്മൾ ഒരു വെയിറ്റ് നമ്മുടെ തലയിലെടുത്ത് വെച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു 5 കിലോയുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ തലയിലെടുത്ത് വെച്ചിട്ട് നമ്മൾ വെറുതെ നിൽക്കുകയാണ്, നടക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല. നമ്മളൊരു വെയിറ്റ് ജസ്റ്റ് എടുത്ത് തലയിൽ വെച്ച് ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും സമയം, തലയിൽ ഇത് വെച്ചുകൊണ്ടിരിക്കുന്ന അത്രയും നേരവും നമ്മൾ വർക്കൊന്നും ചെയ്യുന്നില്ല, കാരണം ആ വസ്തുവിന് ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഭൂമിയിൽ നിന്നും എടുത്ത് നമ്മുടെ തലയിലേക്ക് വെക്കുന്ന നേരത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഓഫ് കോഴ്സ്, പക്ഷേ തലയിൽ അത് വെച്ചുകൊണ്ടിരിക്കുന്ന അത്രയും നേരത്തേക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് 0 വർക്കിൻ്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. വി വിൽ കൺസിഡർ ദ നെക്സ്റ്റ് പോസിബിലിറ്റി, ദാറ്റ് ഈസ് if ഫോഴ്സ് ഈസ് 0. ഫോഴ്സ് 0 ആണെങ്കിലും വർക്ക് 0 ആകാൻ കഴിയും. അതെങ്ങനെയാണെന്നുള്ളൊരു എക്സാമ്പിൾ നോക്കാം. അതൊരല്പം ഇമാജിൻ ചെയ്യേണ്ടി വരും. ഓക്കെ. ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് when a body moves horizontally through a frictionless surface. ഒരല്പം ഒന്ന് ഇമാജിൻ ചെയ്യേണ്ടി വരും. പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, നല്ല ശ്രദ്ധിച്ചോളൂ. നമുക്കൊരു ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള സർഫസ് ഉണ്ടെന്ന് വിചാരിക്കുക. ദിസ് ഈസ് എ ഫ്രിക്ഷൻലെസ് സർഫസ്. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അത് മുൻപോട്ടിങ്ങനെ ഹൊറിസോണ്ടലി നിരങ്ങി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് നീങ്ങാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ അറിയേണ്ടതില്ല, പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ അനുഭവപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എസ് എന്ന് പറയുന്നത് 0 ആണ്. അതിന് കാരണം എന്താണ്? കാരണം ഈ സർഫസ് ഒരു ഫ്രിക്ഷൻലെസ് സർഫസ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ കേസിൽ വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. കാരണം ആ ഫോഴ്സ് തന്നെ 0 ആണ്. അപ്പോൾ അതൊരു വർക്കും ചെയ്യാൻ പോകുന്നില്ല. അതാണ് അവിടെയുള്ള എക്സാമ്പിൾ. അത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് കേസ്, മൂന്നാമത് വർക്ക് 0 ആകാനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത്, ഇഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ, അപ്പോൾ അവിടെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് when a body moves through a horizontal surface. നേരത്തെ പറഞ്ഞ കേസ് പോലെ തന്നെയാണ്. ഒരു ഹൊറിസോണ്ടൽ സർഫസ് ഉണ്ട്, അവിടെ ഒരു ഒബ്ജക്റ്റ് ഹൊറിസോണ്ടലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇവിടെ ചെയ്ത വർക്ക് 0 ആണ്. കാരണം വസ്തു താഴേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. 2, വസ്തു മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇങ്ങോട്ടാണ്, അവർക്കിടയിലുള്ള ആംഗിൾ 90 ആണ്. സോ ആ കേസിലും വർക്ക് 0 ആവും. കോസ് 90 0 ആണെന്ന് നമുക്കറിയാവുന്നത് കൊണ്ട്. അപ്പോൾ ആ എക്സാമ്പിൾ ക്ലിയറായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ഈ 3 പോസിബിലിറ്റികളാണ് നമുക്ക് 0 വർക്ക് എന്നുള്ള കൺസെപ്റ്റിൽ ഉള്ളത്. വർക്ക് 0 ആകാനുള്ള സാധ്യത ഈ 3 കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഈസ് പോസിറ്റീവ് വർക്ക്. വർക്ക് എങ്ങനെയാണ് പോസിറ്റീവ് ആകാൻ സാധിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഈസ്, ഇഫ് തീറ്റ ഈസ് ബിറ്റ്വീൻ 0 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. തീറ്റ 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും വരുന്ന കേസുകളിലെല്ലാം യുവർ വർക്ക് will be
പോസിറ്റീവ്, വർക്ക് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ. വർക്ക് ഡൺ ബൈ gravitational force on a freely falling body. വെറുതെ താഴേക്ക് വീഴുന്ന ഒരു ഒബ്ജക്റ്റിനെ പരിഗണിക്കുക. ഈ ഒബ്ജക്റ്റിന് മേലെ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇങ്ങോട്ട് തന്നെയാണ്. ദിസ് ഇസ് എഫ് ജി ആൻഡ് ദിസ് ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ രണ്ടും താഴേക്ക് തന്നെയാണ്, രണ്ടും ഒരേ ഡയറക്ഷനാണ്, അവർക്കിടയിൽ ആംഗിൾ 0 ആണ്. സ്വാഭാവികമായിട്ടും വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ എക്സാമ്പിൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് പോസിബിലിറ്റി ഈസ് നെഗറ്റീവ് വർക്ക്. വർക്ക് എപ്പോഴാണ് നെഗറ്റീവ് ആകാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇഫ് തീറ്റ ഈസ് between 90 degree and 180 degree, then work will be negative. ഈ കേസിൽ വർക്ക് നെഗറ്റീവ് ആയിരിക്കും. അതിലൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, വർക്ക് ഡൺ by frictional ഫോഴ്സ്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ, ഒരു സർഫസിലൂടെ ഒരു ഒബ്ജക്റ്റ് മുൻപോട്ട് നീങ്ങാൻ ശ്രമിക്കുമ്പോൾ ആ വസ്തുവിന് മേൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് 0 ആണ്. കാരണം ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ്, ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് ഈ ഡയറക്ഷനിലാണ്. മേ ബി ഒരു അപ്ലൈഡ് ഫോഴ്സ് ഉണ്ടായിരുന്നിരിക്കാം, അതുകൊണ്ടാണ് ഈ വസ്തു മുന്നോട്ട് പോകുന്നതെന്നിരിക്കട്ടെ, അപ്ലൈഡ് ഫോഴ്സ്. പക്ഷേ അപ്ലൈഡ് ഫോഴ്സ് ചെയ്ത വർക്ക് ഇവിടെ പോസിറ്റീവാണ്, കാരണം അത് ആ ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത്. പക്ഷേ ആ മൂവ് ചെയ്യുന്ന വസ്തുവിന് മേൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് നെഗറ്റീവാണ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആരുണ്ടാവുക, അതെ, ഫ്രിക്ഷൻ ഉണ്ടാവുക. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള 3 പോസിബിലിറ്റികൾ ഫോർ വർക്ക്. പോസിറ്റീവ് ആകാം, 0 ആകാം, നെഗറ്റീവ് ആകാം. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് വളരെ വിശദമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് വി മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ദി യൂണിറ്റ് ഓഫ് എനർജി. എനർജിയുടെ അല്ലെങ്കിൽ വർക്കിൻ്റെ യൂണിറ്റ്. നമുക്കറിയാം എനർജിയും വർക്കും ഏറെക്കുറെ ഒരേ കാര്യമാണ്. രണ്ടുപേരും സ്കെയിലാർ ക്വാണ്ടിറ്റികളാണ്, ദേ ആർ സ്കെയിലാർ. എനർജിയുടെ യൂണിറ്റ് നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് ജൂൾ, അല്ലേ? ആ പേര് സ്മരണാർത്ഥം നമ്മൾ നൽകിയ മഹാരഥൻ്റെ ഫോട്ടോയാണ് നിങ്ങൾ ഇമേജിൽ കാണുന്നത്. ജെയിംസ് പ്രിസ്കോട്ട് ജൂൾ. അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ജൂൾസ് ഹീറ്റ് ലോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥം നമ്മൾ എനർജിയുടെ അല്ലെങ്കിൽ വർക്കിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് ജൂൾ ആയിട്ടാണ് പരിഗണിക്കുക. എന്നാൽ പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഈ ടേബിളിലുള്ളത്. എനർജിയുടെ അല്ലെങ്കിൽ വർക്കിൻ്റെ മറ്റ് ചില ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള യൂണിറ്റുകളാണത്. എർഗ് ഒരു യൂണിറ്റാണ്. അപ്പോൾ ഈ കൺവേർഷൻ ഓർക്കണം, 10⁻⁻7 ജൂൾ. ഒരു എർഗ് എന്ന് പറയുന്നത് 10⁻⁻7 ജൂളാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇലക്ട്രോൺ വോൾട്ട്. ആറ്റങ്ങളുടെ വർക്ക് ഫംഗ്ഷനൊക്കെ നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ വോൾട്ട് എന്താണെന്നുള്ള വസ്തുതയൊക്കെ സെക്കൻഡ് ഇയറിൽ വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇലക്ട്രോൺ വോൾട്ട് EV, ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 ജൂളാണെന്ന് ഓർക്കുക. കാലറി വളരെ സുപരിചിതമായ യൂണിറ്റാണ്, 4.186 ജൂളാണ് ഒരു കാലറി. ദെൻ കിലോ വാട്ട് അവർ, ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 3.6 × 10⁻6 ജൂളാണ്. ഇതിൽ കിലോ വാട്ട് അവർ അല്പം കൂടെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം കിലോ വാട്ട് അവർ ഇങ്ങനൊരു കാര്യം എഴുതിക്കൊള്ളുക. കൊമേർഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് KWH. അതായത് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള വൈദ്യുതോർജ്ജത്തിൻ്റെ യൂണിറ്റാണ് ഇത്
കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ KSEBക്കാർ ഒരു മീറ്റർ വെച്ചിട്ടുണ്ടല്ലോ, ആ മീറ്ററിൽ വൈദ്യുതി അളക്കുന്നത് കിലോ വാട്ട് അവർ എന്ന യൂണിറ്റിലാണ്. ആ മീറ്ററിൻ്റെ ശരിക്കുള്ള പേര് തന്നെ കിലോ വാട്ട് അവർ മീറ്റർ എന്നാണ്. നമ്മളത് ചുരുക്കി മീറ്റർ എന്നിങ്ങനെ വിളിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഈ ടേബിളിലുള്ള വസ്തുതകളും കൂടെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഏറെക്കുറെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ നന്നായിട്ട് പഠിക്കുക. കൂടുതൽ ടോപ്പിക്സുമായിട്ട് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.